ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാടത്തൊരു തെങ്ങിൻ തൈ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള തടവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ മഴ പെയ്ത കാരണം നല്ല രീതിയിൽ കുതിർന്നിട്ടാണ് കിടക്കുന്നത്. ബോഡിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം, അതുപോലെ തന്നെ ജിമ്മിന് പോയി തുടങ്ങിയാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരാൻ തുടങ്ങുമ്പോഴാണ് കേട്ടോ നീലേട്ടനും പാടവും കൂടി നല്ലൊരു അടുപ്പം വരിക. അപ്പോൾ ആൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൈക്കോട്ടൊക്കെ ഒന്ന് എടുത്ത് പോയി കുറച്ച് നേരമൊക്കെ കിളയ്ക്കും, അതുപോലെ പുല്ല് പറിക്കും, അതുപോലെ പട്ടയും കാര്യങ്ങളൊക്കെ മാറ്റിയിടും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ചിന്ത വന്ന സമയത്താണ് പാടത്തേക്ക് പോയാലോ എന്ന് ചിന്തിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഒരു പ്ലാൻ ചെയ്തു, രാവിലെയും വൈകിട്ടും കുറേശ്ശെ പോയി ജസ്റ്റ് ഒന്ന് പാടത്തൊക്കെ ഒന്ന് നടന്ന് അങ്ങനെ നമുക്കൊന്ന് വാമപ്പ് ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തു കേട്ടോ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നീലയുടെ കൈക്കോട്ടെടുത്ത് കുറേശ്ശെ ആ പുല്ലൊക്കെ അങ്ങനെ പറിച്ച് കളയാണ് കേട്ടോ. അപ്പോൾ നന്നായി വിയർക്കും, വൈകുന്നേരം നന്നായി ഉറക്കം കിട്ടും എന്നൊക്കെയാണ് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു തിയറി കേട്ടോ. കൈക്കോട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല സുഖമാണെന്നാണ് പറയണേ. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കൃഷി ചെയ്യുക അതുപോലെ തന്നെ പുല്ല് പറിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ചില സമയത്ത് നമുക്ക് ചെറിയൊരു ഉഴപ്പ് വരുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നും ഞാനിങ്ങനെ ഈ രംഗത്തിലോട്ട് ഇറങ്ങാനുള്ള സമയമായിട്ടില്ല എന്നിട്ടാ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉൾവലിയും, കാരണം നമുക്ക് ഇങ്ങനെ ഇതിലേക്കുള്ള മൈൻഡ് വരുന്ന സമയമായിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളിവിടെ ഒരു ഫാമോ അല്ലെങ്കിൽ പോത്തിനെ വളർത്തലോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വൻ സെറ്റപ്പാക്കും. പിന്നെ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഈ ഒരു കണ്ടെത്തിപ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ പരസ്പരം നീലേട്ടൻ എന്തെങ്കിലും സംസാരിക്കും, ഞാനും സംസാരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീലേട്ടൻ ഫോണിൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ, സംസാരിക്കും. എങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഉപാധികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അന്നത്തെ വിശേഷങ്ങൾ പറയലും നീലേട്ടൻ അന്നത്തെ വിശേഷങ്ങൾ പറയലും. അപ്പോൾ പരസ്പരം സംസാരിക്കാനും കൂടിയുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. നേരം ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വെയിലില്ലാത്ത സമയം നോക്കിയിട്ടാണ് പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടത്ത് പോകണം ഇറങ്ങണം എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്കെന്തോ ആ വെള്ളവും ആ ചേറൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് ചാടാൻ തോന്നി. അപ്പം അങ്ങനെ ചാടി കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എന്ത് പറയണേ, ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് നല്ല വമ്പൻ ഞണ്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇത്രയും വലിയ ഞണ്ടുകളെ പാടത്ത് കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി. ഒരു കാലുമ്മേ നല്ല രണ്ട് ഞണ്ടിൻ്റെ കടി കിട്ടിയിട്ടാണ്. അപ്പം അതും കഴിഞ്ഞ് അട്ടയുണ്ടാവോ എന്നുള്ള പ്രതീക്ഷയിലാണ് കയറിയത്. പക്ഷേ അട്ടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അട്ട എന്തായാലും എന്നെ വെറുതെ വിട്ടു. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഇങ്ങനെ പോയി കുറച്ച് വാമപ്പ് ചെയ്യണത് നല്ലതാണ് എന്ന് ശരിക്കും ഇന്നാണ് കേട്ടോ തോന്നിയത്. ഇരുട്ടാവാറായപ്പോൾ പിന്നെ പണിയുടെ സ്പീഡൊക്കെ കുറയാൻ തുടങ്ങിയിട്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് പാമ്പിന് നല്ല പേടിയുണ്ട്. കാരണം ഈ അടുത്ത് കുറേ ആയിട്ട് പാമ്പിനെ എല്ലാവരും അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് ഇതുവരെ വലിയ തവളേനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഒരുപാട് അങ്ങോട്ട് ഇരുട്ടാവാൻ നിൽക്കുമ്പോഴേക്കും ഞങ്ങൾ വേഗം പോകുന്നു. പിന്നീട് എന്നാൽ കൈക്കോട്ടെടുത്ത് വെള്ളമൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടിയാണ്. ആ ഒരു ഏരിയയിൽ ഫുള്ള് മഞ്ഞളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ചേന, പിന്നെ തൊട്ടപ്പുറത്ത് കൂർക്ക. അതൊക്കെ വലുതാവോ വിളവെടുക്കാൻ പറ്റുമോ എന്നൊന്നുള്ള പ്രതീക്ഷയിലൊന്നും വെച്ചിട്ടുള്ളതല്ല. ഒരു സന്തോഷം, വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്തതാണ്. വലിയ വിളവൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. മഞ്ഞളിൽ 1-2 എണ്ണം മുളച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം.